ഫെബ്രുവരി 10-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള മാവോയിസ്റ്റ് എൻകൗണ്ടറുമായി ബന്ധപ്പെട്ടാണ്. മാവോയിസ്റ്റ് എൻകൗണ്ടറിൽ 31ഓളം മാവോയിസ്റ്റുകൾ എക്സ്ട്രീമിസ്റ്റുകൾ കൊല്ലപ്പെടുകയും 2 ജവാൻസും കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പറേഷനാണ്. വർഷം തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. അതിനുശേഷമുള്ള ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ 31ഓളം മാവോയിസ്റ്റുകളാണ് ഛത്തീസ്ഗഡിലെ ബിജാപൂർ പ്രദേശത്ത് സെക്യൂരിറ്റി ഫോഴ്സുമായി ബന്ധപ്പെട്ട വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ 2 സെക്യൂരിറ്റി പേഴ്സൺസും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 പേർക്ക് ഇഞ്ചുറി ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇവരിൽ നിന്നും ഈ ഒരു എക്സ്ട്രീമിസ്റ്റുകളിൽ നിന്നും ആംസും അമ്മ്യൂണിഷ്യൻസും റൈഫിൾസും ഗ്രനേഡ് ലോഞ്ചേഴ്സും ഒക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ബോർഡറിൽ ഏകദേശം 650ഓളം സെക്യൂരിറ്റി പേഴ്സൺസിനെയാണ് ഓപ്പറേഷനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം 2025 തുടങ്ങിയതിന് ശേഷം 65ഓളം മാവോയിസ്റ്റുകൾ ബസ്താറിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ 81 ആൾക്കാർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മാർച്ച് 2026 ഇന്ത്യയിൽ നിന്നും ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തെ എലിമിനേറ്റ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള നടപടികൾ ശക്തമാക്കും എന്നുമാണ് ഈ ഒരു ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പം നമ്മുടെ രാജ്യത്തെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് റിട്ടാലിയേഷൻ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്ക് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് തമിഴ്നാടുവിൽ നിന്ന് മീൻ പിടിക്കാൻ പോയിട്ട് ഫിഷർമാൻസിനെ ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. 14 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള വലിയൊരു ഡിസ്പ്യൂട്ടുകളിൽ വരുന്ന ഒന്നാണ് ഇന്ത്യൻ ഫിഷർമാൻസ് ശ്രീലങ്കൻ വാട്ടറിൽ കടന്നിട്ട് അവിടെ നിന്ന് മീൻ പിടിക്കുന്നു. അപ്പോൾ ശ്രീലങ്കൻ നേവി അവരെ അറസ്റ്റ് ചെയ്യുന്നു, വെടിവെക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ 14 ഫിഷർമാൻ ഫ്രം തമിഴ്നാടു ആണ്. അവരെ ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീലങ്കൻ വാട്ടേഴ്സിൽ കയറിയിട്ട് മീൻ പിടിച്ചതിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ 2 ട്രോളേഴ്സിനെ അവർ സീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 50ഓളം ഫിഷർമാൻസ് കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ലോക്കൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി വലിയൊരു പ്രൊട്ടസ്റ്റ് ആക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഫിഷർമാൻ കമ്മ്യൂണിറ്റി യൂണിയൻ ഗവൺമെന്റിനോട് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു വിഷയം സോൾവ് ചെയ്തിട്ട് ആൾക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിരുന്നു. അടുത്തൊരു വാർത്ത ചീറ്റാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ചീറ്റ റീ ഇൻട്രൊഡക്ഷന് വേണ്ടി ശ്രമിക്കുകയാണ് മധ്യപ്രദേശിലെ മറ്റൊരു പാർക്കിൽ കൂടിയായിട്ട്. അപ്പോൾ ഇവിടെ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി മധ്യപ്രദേശിലേക്കാണ്. കുനോ നാഷണൽ പാർക്കിൽ ഓൾറെഡി ചീറ്റാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഈ ഒരു സാങ്ച്വറിയിലേക്ക്, അതായത് ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് ചീറ്റാസിനെ കൊണ്ടുവരികയാണ്. പക്ഷേ ലോക്കൽ കമ്മ്യൂണിറ്റി ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് വരുന്നുണ്ട്. അപ്പം എന്താണ് ഈ ഒരു വിഷയം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ചീറ്റ റീ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1952 നമ്മുടെ രാജ്യത്ത് നിന്നും ചീറ്റാസിനെ പുള്ളിപ്പുലികളെ അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു, എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചീറ്റാസിനെ റീ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ ആഫ്രിക്കയിൽ നിന്നും ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 6 to 8 ചീറ്റാസിനെ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം. കുനോ നാഷണൽ പാർക്കിലേക്ക് ആഫ്രിക്കയിൽ നിന്നും 2022 ചീറ്റാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇപ്പോൾ 6 മുതൽ 8 ചീറ്റാസിനെ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് മധ്യപ്രദേശിൽ തന്നെയുള്ള ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കുനോ നാഷണൽ പാർക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവയെ കൊണ്ടുവന്നിട്ട് ക്വാറന്റൈൻ ബോമാസിനെ കീപ്പ് ചെയ്യുന്നത്. എന്തായി ക്വാറന്റൈൻ ബോമാസ് എന്ന് വെച്ചാൽ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള എൻക്ലോഷേഴ്സ് ആണ് ക്വാറന്റൈൻ ബോമാസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇതിലാണ് ചീറ്റാസിനെ കീപ്പ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും ഇവ വലിയൊരു ഏരിയയിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും ഇതിനെ മോണിറ്റർ ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ബാംബു ഷെഡുകൾ, ഇലക്ട്രിക് ഫെൻസുകൾ, സർവൈലൻസ് ക്യാമറകൾ, റിമോട്ട് കൺട്രോൾഡ് ഗേറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ക്വാറന്റൈൻ ബോമാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞാൽ വളരെ റോക്കി ആയിട്ടുള്ള ഒരു ടെറൈൻ ആണ്, ഗ്രാസ് ലൈൻ ഉണ്ട്. ഇത് ആക്ച്വലി ചീറ്റാസിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ മിമിക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചീറ്റാസിന് കുറച്ചുകൂടി ഐഡിയൽ ആയിട്ടുള്ള ഒരു റീലൊക്കേഷൻ സൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് മുന്നേ ചീറ്റകൾ ഉണ്ടായിരുന്നു എന്നാണ് കാരണം ഇവിടെ ഒരുപാട് ആൻഷ്യൻ്റ് ആയിട്ടുള്ള
റോക്ക് പെയിന്റിങ്സുകൾ കാണും. ആ റോക്ക് പെയിന്റിങ്ങുകളിൽ ഈ ഒരു ചീറ്റാസിനെ പോലുള്ള മൃഗത്തെ വരച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ തൊട്ടടുത്തുള്ള കരൺപുര എന്ന് പറയുന്ന വില്ലേജിലെ ആൾക്കാരെ ഈ ഒരു സാങ്ച്വറിയില് ചീറ്റകളെ റീലൊക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ്സ് ഉന്നയിക്കുന്നുണ്ട്. അവർ കോമ്പൻസേഷൻ വേണം എന്നാണ് പറയുന്നതായിട്ടുള്ളത്. കോമ്പൻസേഷൻ കിട്ടിയ കോമ്പൻസേഷൻ സഫീഷ്യന്റ് അല്ല എന്നും പറയുന്നുണ്ട്. ബിക്കോസ് അവരെ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രദേശത്ത് നിന്ന്. അതുപോലെ തന്നെ നിയർ ബൈ വില്ലേജുകളും അവരുടെ കാറ്റൽ പ്രൊഡക്ടിവിറ്റി ബാധിക്കും. കാരണം ഇവിടെ ചീറ്റയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മൃഗങ്ങളെയൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കൺസേൺസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഇവരെ സാങ്ച്വറിയുടെ ചുറ്റുമായിട്ട് ഉള്ള ആൾക്കാരാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ ലൊക്കേറ്റ് ചെയ്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ ഖത്തിയാർ ഗീർ ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റുകളിലുള്ള ഒരു റീജിയൻ ആണ്. ചമ്പൽ നദി ഈ ഒരു സാങ്ച്വറിയുടെ മധ്യപ്രദേശിലുള്ള ഈ ഒരു സാങ്ച്വറിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും കൂടി ഓർത്തു വെക്കുക. ഈ ഒരു സാങ്ച്വറിയെ 2 ഭാഗങ്ങളാക്കി മാറ്റുന്നത് ചമ്പൽ നദിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേർഡ് വാച്ചിങ് ഏരിയ, ഇമ്പോർട്ടന്റ് ബേർഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയ ആണെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു സാങ്ച്വറിയിൽ ഹിൽസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഗാന്ധി സാഗർ ഡാമിന് വേണ്ടിയിട്ടുള്ള കാച്ച്മെന്റ് ഏരിയ ഒക്കെ ഈ ഒരു സാങ്ച്വറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കണം തന്നെ. വെജിറ്റേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഡ്രൈ മിക്സഡ് ഡെസിഡുവസ് ഫോറസ്റ്റ് ഉണ്ട്, ഡ്രൈ ഡെസിഡസ് സ്ക്രബ് ഉണ്ട്, ഖൈർ, സാലൈ, കർദായ്, ദ്വാദ്, ദന്തു, പാലഷ് തുടങ്ങിയിട്ടുള്ളവയാണ് മെയിൻ ആയിട്ടുള്ള ട്രീ സ്പീഷീസുകൾ വരുന്നതായിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഒരുപാട് ആൻഷ്യന്റ് ആയിട്ടുള്ള റോക്ക് പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരുപാട് ടെമ്പിൾസും റോക്ക് പെയിന്റിങ്സും ഫോർട്ടുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻസിനെ റീഫോം ചെയ്യുന്നതിന് നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ രാജ്യം വിട്ടു പോകുന്നുണ്ട് വിദേശത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ തൊഴിൽ നേടുന്നതിന് വേണ്ടിയിട്ടും അവിടെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ബ്രെയിൻ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാണ്, ഡ്രെയിൻ ചെയ്തു പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഇഷ്യൂ എന്താണ്, ഈ ഇഷ്യൂസിനെ എങ്ങനെ അഡ്രസ് ചെയ്യാം, അങ്ങനെ അഡ്രസ് ചെയ്യുന്ന വഴി നമുക്ക് ഈ ഒരു ബ്രെയിൻ ഡ്രെയിനിനെ ഒഴിവാക്കാൻ പറ്റും. ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചാലഞ്ചുകളിൽ ഒന്നാണ് ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ലേക്ക് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അയക്കുന്ന രാജ്യമാണ്. 3.3 ലക്ഷം സ്റ്റുഡൻസ് ആണ് 2023-24 മാത്രം US-ൽ എൻറോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിദേശത്തെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 47 ബില്യൺ ആണ് ഇന്ത്യൻ സ്റ്റുഡൻസ് 2022-ൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 2025-ൽ ഇത് 70 ബില്യൺ ആവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ ആൾക്കാർ വിദേശത്ത് പോയിട്ട് നമ്മളുടെ മണി അവിടെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് വിദേശത്ത് പോകുന്നത്, നമ്മുടെ രാജ്യത്ത് സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇഷ്യൂ ആണ്. ഒന്ന് ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്, മറ്റൊന്നാണ് സസ്റ്റൈനബിലിറ്റി, മൂന്നാമത്തത് നമ്മുടെ രാജ്യത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള കപ്പാസിറ്റികൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ പോലും IIT ആയാലും NIT ഒക്കെ ആണെങ്കിൽ പോലും ട്യൂഷൻ ഫീസ് വർദ്ധിച്ചു വരികയാണ്. ഗവൺമെന്റിന്റെ ഫണ്ടിങ് സപ്പോർട്ടിങ് കുറഞ്ഞു വരുന്ന സാഹചര്യമാണെന്ന് ഓർത്തു വെക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എൻഡോമെന്റുകൾ, സ്കോളർഷിപ്പുകൾ, റിസർച്ച് കൊളാബറേഷൻസ്, ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്സ് ഒക്കെ നടത്തേണ്ടതായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളത് കൃത്യമായി നടത്തുന്നത് വഴി മാത്രമേ നമുക്ക് എഡ്യൂക്കേഷനെ കുറെ കൂടി അഫോർഡബിളും സസ്റ്റൈനബിളും ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അല്ലെ അവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം, അതിനാവശ്യമായിട്ടുള്ള സ്കിൽസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഒന്ന് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഫണ്ടിങ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് അതുപോലെ റിസർച്ച് കൊളാബറേഷൻസ് ഒക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഗവൺമെന്റിന് മാത്രം ഒറ്റയ്ക്ക് പറ്റില്ല, അതുകൊണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ കൊണ്ടുവന്നുകൊണ്ട് പുതിയ യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുക, റിസർച്ച് ആൻഡ് ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾക്ക് കുറെ കൂടി ഓട്ടോണമി നൽകുന്നതുകൊണ്ട് അവരെ ഇന്നോവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് മാറുന്നതിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഫിലാന്ത്രോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന, റിസർച്ച് ഫണ്ടിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോളിസികൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഓഡിറ്റുകളുടെയും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പ്രാക്ടീസുകളുടെയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ റീഫോം ചെയ്ത് ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ
ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുവാണ്. അവർക്ക് സ്കില്ല് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാണ്. അന്താരാഷ്ട്ര തല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണ് എങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷനെ നമുക്ക് ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്താനും വിദേശങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികളെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യങ്ങളെ ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെററിസം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ത്രെട്ടായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് MK നാരായണൻ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അദ്ദേഹം ഇന്റലിജൻസ് ബ്യൂറോയുടെ ഫോമർ ഡയറക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ഫോമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഒക്കെ ആയിരുന്നു. കൂടാതെ ഗവർണർ വെസ്റ്റ് ബംഗാളിന്റെ മുൻ ഗവർണർ ഒക്കെ ആയിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ടെററിസം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സെക്യൂരിറ്റി ത്രെട്ടായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഉക്രൈൻ യുദ്ധം നമുക്കറിയാം. അതുപോലെ തന്നെ ഗാസ കോൺഫ്ലിക്റ്റ്, വെസ്റ്റ് ഏഷ്യൻ കോൺഫ്ലിക്റ്റ് ഒക്കെ എല്ലാം തന്നെ ഈ ഒരു ഇന്റർനാഷണൽ വിഷയങ്ങൾ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനെ ഇന്റർനാഷണൽ ബോഡീസിന്, പ്രത്യേകിച്ച് UN പോലുള്ള ബോഡീസിന് കാര്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ പറ്റുന്നില്ല. അവരുടെ ഇന്നബിലിറ്റിയെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അതായത് ഗ്ലോബൽ ഓർഡർ പലതരത്തിലുള്ള ഡിസ്റപ്ഷൻസിന് കാരണമാകുന്നുണ്ട്. പക്ഷെ അവിടെ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കാപ്പബിൾ ആയിട്ടുള്ള ബോഡീസ് ഒന്നും തന്നെ ഇല്ല എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. പല പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സും പറയുന്നത് വെച്ചാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസ് നോ ലോങ്ങർ റിലവന്റ്. കാരണം നിലവിലെ ലോകം എന്ന് പറയുന്ന വേസ്റ്റ് ലാൻഡ് ഓഫ് മൊറാലിറ്റി എന്ന ഒരു ലെവലിലേക്ക് മാറി എന്നുള്ള അവസ്ഥയിലാണ് ലോകം എന്നാണ് പല പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സും പറയുന്നതായിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗത്താണ് ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ളത്. അതായത് ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതും മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ഒരു വിവിധ രൂപത്തിലുള്ള ത്രെട്ടായി മാറിയിട്ടുണ്ട്. പല ഡിജിറ്റൽ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പല അപകടങ്ങളും പല ദുരന്തങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഗ്ലോബൽ ജിഹാദ് ചില രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നത് ജിഹാദ് ഇന്ന് ഗ്ലോബൽ ജിഹാദായി. അതുപോലെ തന്നെ റാഡിക്കലൈസേഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് റാഡിക്കലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാരെ ടെററിസ്റ്റുകളാക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അൽ ഖ്വയ്ദയും ഐസിസും ഒക്കെ ആയിരുന്നു വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം വീക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് സ്റ്റിൽ അവർ ത്രെട്ട് തന്നെയാണ്. പക്ഷെ ചെറിയ ചെറിയ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ലോകത്ത് എല്ലായിടത്തും ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ഇസ്ലാമിസ്റ്റ് റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത് വർദ്ധിച്ചു വരികയെ തന്നെയാണ്. ജിഹാദിസം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരിക തന്നെയാണ്. അപ്പോൾ ഗ്ലോബലി ഇത് മെല്ലെ 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 ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ചും അറബ് വേൾഡിൽ ഈ ഒരു കൺസേൺസ് അല്ലെങ്കിൽ ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള എവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തിക്കുന്നതാണ്. അപ്പോൾ അറബ് സ്റ്റേറ്റുകളിൽ പ്രധാനമായിട്ടും നാഷണൽ ഇൻട്രസ്റ്റുകളിലെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. റീജിയണൽ യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, വെസ്റ്റേൺ പവേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ജിഹാദ് ഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകും എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രത്യേകിച്ചും ഐസിസ് ഒക്കെ പ്രത്യേകിച്ചും റീഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കപ്പാസിറ്റീസും ആക്ടിവിറ്റീസും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് വെസ്റ്റ് ഏഷ്യ, മോസ്കോ, ഇറാൻ, തുർക്കി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള 2 ടെറർ ഇൻസിഡന്റ് US ലാസ് വേഗാസിലും ന്യൂ ഓർലാൻഡ്സിലും നടന്നിട്ടുള്ളത് ഈ ഒരു IS സ്റ്റൈൽ അറ്റാക്കുകൾ വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ അതിന്റെ മേലെ കൂടുതൽ വിജിലൻസ് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ പുതിയ കാറ്റഗറീസ് ഓഫ് റിക്രൂട്ട്സ്, പ്രത്യേകിച്ച് മിലിറ്ററി വെറ്ററൻസിനെയും സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയൊക്കെ ഈ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതും അലാമിംഗ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ കൗണ്ടർ ടെററിസം എക്സ്പേർട്സ് പറയുന്നത് വെച്ചാൽ വേൾഡ് ഇത്തരത്തിലുള്ള ഒരു പുതിയ രീതിയിലുള്ള ടെറർ അറ്റാക്കുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ശക്തമായിട്ടുള്ള അറ്റാക്കുകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്റലിജൻസ് ഏജൻസികൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ അലേർട്ടായിട്ട് ഇരിക്കേണ്ടതായിട്ട് പുതിയ ടെറർ പ്ലോട്ടുകളെ കണ്ടെത്തേണ്ടതും അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും ആ ഒരു അറ്റംപ്റ്റുകളെ ഫെയിലിയർഡ് മാറ്റുകയും ശ്രമിക്കണം, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഗ്ലോബൽ എയ്റോസ്പേസ് ഷോക്കേസ് എന്ന് പറഞ്ഞുകൊണ്ട് എയ്റോ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എയ്റോസ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എയർഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാപ്പബിലിറ്റീസ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മേള നടക്കുന്നുണ്ട്. ബംഗളൂരുവിലാണ് നടക്കുന്നതായിട്ടുള്ളത്. എയ്റോ ഇന്ത്യ എന്നാണ് പേര്. അപ്പോൾ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ പ്രോഗ്രാംസും മറ്റുമൊക്കെ കണ്ടക്ട് ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കുന്നത്. അപ്പോൾ എയ്റോ ഇന്ത്യ 2025 എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ ബിഗ്ഗസ്റ്റ് എയർ ഷോ ആണ്. ബംഗളൂരുവിൽ കിക്ക് ഓഫ് ചെയ്തു. മിലിറ്ററി എയർക്രാഫ്റ്റുകളും
ടെക്നോളജീസും എല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ റഷ്യയുടെ SU-57, US-35, BNV ലാൻസർ, ഇന്ത്യയുടെ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഇതിൽ പ്രദർശിപ്പിക്കും. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഫുൾ സ്കെയിൽ മോഡൽസ് ഓഫ് കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റം, വാരിയേഴ്സ്, അവരെല്ലാം തന്നെ ഗ്ലോബൽ ഡിഫൻസ് കൊളാബറേഷൻസ് എല്ലാം തന്നെ ഈ ഒരു ഈവെന്റിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ മന്ദൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിൽ കട്ടിംഗ് എഡ്ജ് അഡ്വാൻസ്മെന്റും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ എന്നുള്ള കട്ടിംഗ് എഡ്ജ് അഡ്വാൻസ്മെന്റുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡെക്സ്, ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് ഇനീഷ്യേറ്റീവ്സും കാണിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. 106ഓളം ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ഈ ഒരു മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 55 പേര് ഫോറിൻ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചേഴ്സ് ആണ്. 35 ഇന്ത്യൻ കമ്പനികൾ, ഭാരത് ഫോർജ്, ലാർസൻ ആൻഡ് ടൂബ്രോ, ബ്രഹ്മോസും ഇവയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർ സെക്ടേഴ്സിന്റെ കൊളാബറേഷന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഈവെന്റുകൾ സഹായിക്കാറുണ്ടെന്ന് ഓർത്ത് വെക്കുക. പ്രത്യേകിച്ച് ഡിഫൻസ് മാനുഫാക്ചറിംഗിൽ വലിയ മാറ്റത്തിന് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളുടെ വലിയ സപ്പോർട്ടായിട്ട് ഇത്തരത്തിലുള്ള ഈവെന്റുകൾ, പ്രത്യേകിച്ചും എയ്റോ ഇന്ത്യ പോലുള്ള ഈവെന്റുകൾ മാറുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാൻസുമായി കോചെയർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു സമ്മിറ്റിൽ എന്ത് റോളാണ് വഹിക്കാനുള്ളത്, ഇന്ത്യയുടെ റോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റിൽ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രാൻസിന്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു AI ആക്ഷൻ സമ്മിറ്റിൽ കോചെയർ ആവുന്നതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും AI-യുമായി ബന്ധപ്പെട്ട പോളിസി മേക്കിങ്ങിൽ ഇന്ത്യയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ IT മിനിസ്റ്റർ റീസെന്റ് ആയിട്ട് AI സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. AI എന്ന് പറയുന്നത് ഇന്ത്യയുടെ സേഫ്റ്റി അജണ്ടയിൽ വളരെ AI സേഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അജണ്ടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേയും പല പ്ലാറ്റ്ഫോമുകളിലും ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട മേഖലയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റോൾ എടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോറംസ്, അതായത് G20യിലും അതുപോലെ തന്നെ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഒക്കെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊളാബറേഷൻസ് കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ഇൻപുട്ടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സേഫ്റ്റി, അതിന്റെ ഇക്വിറ്റബിൾ ആക്സസ് എന്നീ രണ്ട് മേഖലകളിലാണ് ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ട്രാറ്റജീസ് അത് ഗ്ലോബൽ സൗത്തിന്റെ നീഡ്സിന് വേണ്ടിയിട്ട്, അതായത് മൂന്നാം ലോക രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പലപ്പോഴും AI ഗ്ലോബൽ ഡിസ്കഷൻസിനെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട്. G20യിൽ ഇന്ത്യൻ പ്രസിഡൻസിയിൽ 2023 പ്രീ ഇന്നോവേഷൻ റെഗുലേറ്ററി അപ്രോച്ച് എന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റിനെയും അതുപോലെ തന്നെ അതിന്റെ സേഫ്റ്റി മെഷേഴ്സിനെയും ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ GPAI മീറ്റിംഗിൽ 2023 ഡിസംബറിലും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ആക്സസ്, എല്ലാ ആൾക്കാർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നോളജീസിന് ആക്സസ് കിട്ടണം എന്നുള്ള ഒരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ചിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്മിറ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസോഴ്സുകളെ ഡെമോക്രറ്റൈസ് ചെയ്യുന്ന എല്ലാ വിഭാഗം ആൾക്കാർക്കും കിട്ടുന്ന രീതിയിൽ അതിന്റെ ഡാറ്റാ സെറ്റുകൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ, AI ഡെവലപ്മെന്റ് ടൂളുകൾ എല്ലാ വിഭാഗം ആൾക്കാർക്കും ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും കിട്ടുന്ന രീതിയിലാണ് ഇന്ത്യ ഇക്വിറ്റബിൾ ആയിട്ടുള്ള അതിന്റെ ഡെമോക്രാറ്റിക് പറയുന്നത്. കൂടാതെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, അതായത് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പരസ്പരം എല്ലാവരും കണക്റ്റഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസിനെ ഫോളോ ചെയ്യുക. കൂടാതെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള AI ടെക്നോളജി ട്രാൻസ്ഫർ, ഒരു രാജ്യത്തിന്റെ ടെക്നോളജി മറ്റൊരു രാജ്യത്തേക്ക് അധികം തടസ്സങ്ങളൊന്നും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റിലേക്ക് എല്ലാ രാജ്യങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആവശ്യമായിട്ടുള്ള സഹായം, അതായത് ഈ ഒരു ബോർഡർ കൺട്രോൾ, ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ കണ്ടക്ട് സ്പെസിഫിക് ആയിട്ടുള്ള AI യൂസ് കേസുകൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതായത് എങ്ങനെ വേഗത്തിൽ രോഗങ്ങളെ ഡിറ്റക്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ടൂളുകൾ ഡെവലപ്പ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് കേസ് ഹിസ്റ്ററി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള അതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ പ്രയോറിറ്റി നോക്കിയിട്ട് സ്പെസിഫിക് ചാലഞ്ചുകളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റിൽ ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡർ തന്നെയാണ്. ഈ ഒരു മേഖലയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രയോറിറ്റീസിനെ എൻഹാൻസ് ചെയ്യേണ്ടതായിട്ട്, ഇന്ത്യയുടെ സ്ട്രെങ്ത്തിനെ എൻഹാൻസ് ചെയ്യേണ്ടതായിട്ട് ഇന്ത്യ ഈ ഒരു മേഖലയിൽ പവർഫുൾ ആയി മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് നെക്സ്റ്റ് AI സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പ്രയോറിറ്റീസ്
മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു സൂപ്പർ പവർ ആണ്. അതിന് നോർത്ത് അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്ന രീതിയിലേക്ക് സെപ്പറേറ്റ് ചെയ്യാതെ എല്ലാ വിഭാഗം രാജ്യങ്ങൾക്കും കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അടുത്തൊരു വാർത്ത ഇന്ത്യൻ റെയിൽവേസിന്റെ ബഡ്ജറ്റിംഗുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ റെയിൽവേസിന് മുന്നേ സെപ്പറേറ്റ് ബഡ്ജറ്റിംഗ് ആയിരുന്നു. എന്നാൽ പിന്നീട് റെയിൽവേയുടെ ബഡ്ജറ്റ് ഇതുമായിട്ട് നിലവിലുള്ള ബഡ്ജറ്റുമായിട്ട് merge ചെയ്യാണ് ചെയ്തത്. പക്ഷെ ബഡ്ജറ്റിൽ റെയിൽവേക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ 2017 ഇന്ത്യൻ ബഡ്ജറ്റും നോർമൽ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ merge ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ രണ്ട് ബഡ്ജറ്റുകളായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ റെയിൽവേ ബഡ്ജറ്റ് ഇന്ത്യൻ ബഡ്ജറ്റുമായിട്ട് merge ചെയ്തതോടുകൂടിയിട്ട് റെയിൽവേ ബഡ്ജറ്റിന് ആ ഒരു പ്രൊമിനൻസ് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. 2024ലെയും 2025ലെയും ബഡ്ജറ്റിൽ കാര്യമായിട്ടുള്ള മെൻഷനിങ് ഒന്നും തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഈവൻ ദോ റെയിൽവേയിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ റെയിൽവേ എന്നുള്ള ഫൈനാൻഷ്യൽ റിട്ടേൺസും അത്ര ഓവർവെൽമിംഗ് അല്ല എന്നുമാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റുകൾ പോകുന്നത് ഇലക്ട്രിഫിക്കേഷൻ, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്. നോർമൽ ഫണ്ടിങ്ങിന്റെ 95% പോവുക ഇലക്ട്രിഫിക്കേഷനിലേക്കാണ് അല്ലെങ്കിൽ ട്രാക്ക് എക്സ്പാൻഷനിലേക്കാണ്. പക്ഷേ ഈ ഒരു ഫ്രൈറ്റ് ട്രാഫിക് ഗ്രോത്ത് വളരെ സ്ലോ ആണ്. പാസഞ്ചർ നമ്പേഴ്സും COVID-19 ശേഷം കാര്യമായിട്ടുള്ള വർധനവ് വന്നിട്ടില്ല എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ റെയിൽവേ മിനിസ്റ്റർ റെയിൽ നെറ്റ്വർക്ക് എക്സ്പാൻഷൻ ചെയ്യുന്നതിനെ കുറിച്ചും അതിന്റെ സേഫ്റ്റിയെ കുറിച്ചും മോഡേൺ സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ എക്സിക്യൂഷൻ സൈഡിൽ കാര്യമായിട്ട് ഒന്നും നടക്കുന്നില്ല. കാരണം ഫണ്ടില്ല എന്നുള്ളതാണ്. റെയിൽവേ ലൈനുകൾ 100% ഇലക്ട്രിഫൈ ചെയ്യുമെന്നും പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ടൈം ലൈനിനെ കുറിച്ചോ അതിന് അലോക്കേറ്റ് ചെയ്ത ഫണ്ടിനെ കുറിച്ചോ കൃത്യമായിട്ടുള്ള ഡാറ്റ ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറയുന്ന ഫ്രൈറ്റിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈനുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഐഡിയ അത് പെൻഡിങ് ആണ്. അതുപോലെ തന്നെ ഹൈ സ്പീഡ് റെയിലുകൾ 2047 കൂടിയിട്ട് റിയലൈസ് ചെയ്യും എന്ന് പറഞ്ഞതും ഈവൻ അതൊരു ഡിസ്റ്റന്റ് ഡ്രീം ആയിട്ട് നിലനിൽക്കുവാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. ഇനി റെയിൽവേയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രൈറ്റ് കാരിയർ ആയിട്ട് മാറാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്നെങ്കിൽ പോലും ഇന്ത്യയുടെ ഫ്രൈറ്റ് ഷെയർ, അതായത് ചരക്ക് ഗതാഗതം കുറഞ്ഞു വരുവാണ്. പ്രത്യേകിച്ചും ട്രെയിനിന്റെ സ്പീഡ് കുറവാണ് എന്നുള്ള കാര്യം കൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ റെയിൽവേ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഗ്രോത്ത് അൺസർട്ടൈൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ റെയിൽവേയുടെ പ്രൊജക്റ്റുകൾക്കെല്ലാം തന്നെ അവർ ഫോളോ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ മോഡാണ്. അതായത് കമ്പനികൾ തന്നെ അതിനെ ഡിസൈൻ ചെയ്ത് അതിനുവേണ്ട സാധനങ്ങൾ വാങ്ങി അവർ കൺസ്ട്രക്ഷൻ ചെയ്യേണ്ട രീതിയാണ് സ്റ്റേഷൻ ഡെവലപ്മെന്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി സംശയമാണെന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ഔട്ട്സോഴ്സ് ചെയ്യുക, പ്രൊക്യൂർമെന്റ് റെയിൽവേ തന്നെ ചെയ്യുക, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കോൺട്രാക്ടറെ ഏൽപ്പിക്കുക എന്നുള്ള രീതിയാണ് ബെറ്റർ. കാരണം പ്രൊക്യൂർമെന്റിൽ നല്ല പൈസ അധികം ചിലവാകും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ടീമിനെ അല്ലെങ്കിൽ റെയിൽവേ തന്നെ ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷനെ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിവിഷനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, പ്രൊക്യൂർമെന്റ് റെയിൽവേ ചെയ്യുക, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കോൺട്രാക്ടറെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം മൂന്നും കോൺട്രാക്ടറെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് കാര്യമായിട്ട് കൂടും എന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേയുടെ ചെലവുകൾ വർദ്ധിച്ചു വരുവാണ്, ഏർണിങ്സ് കാര്യമായിട്ടുള്ള വർധനയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഫൈനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിയും ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായിട്ട് നിലനിർത്തേണ്ടതായിട്ട് മാസീവ് ഇൻവെസ്റ്റ്മെന്റ് വേണം. പക്ഷെ അതിനനുസരിച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പല ഹൈ പ്രൊഫൈൽ പ്രൊജക്ടുകളും പ്രത്യേകിച്ച് ന്യൂഡൽഹി സ്റ്റേഷൻ റീഡെവലപ്മെന്റ് ഒക്കെ പകുതിയായി കിടക്കുവാണ്. പലപ്പോഴും ഇൻഎഫിഷ്യൻസി ഒരു പ്രശ്നമാണ്. മിനിസ്ട്രി ഓഫ് റെയിൽവേയിൽ ആ ഒരു എക്സിക്യൂഷൻ ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തത് നമ്മുടെ രാജ്യത്ത് മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ ലോ അമെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അമേരിക്കൻ ഫ്രഞ്ച് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷെ അവർ ഇന്ത്യയിലുള്ള ഈ ഒരു ലയബിലിറ്റി ക്ലോസ് അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ലോ ചെയ്യുവാണ് എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, നിലവിലുള്ള റൂൾസ് ലോ എന്ത് ചെയ്യാണ് അമെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജസ്, അതായത് ഒരു ന്യൂക്ലിയർ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥാപനം അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനം കൊടുക്കേണ്ട ലയബിലിറ്റിയാണ് സിവിൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറ്റോമിക് എനർജി ആക്ട്, ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യാണ് അമെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം ന്യൂക്ലിയർ പ്രോജക്റ്റ് അമേരിക്കൻ ഫ്രഞ്ച് സ്ഥാപനങ്ങളുമായിട്ട് ന്യൂക്ലിയർ പ്രോജക്റ്റ് ഓൺഗോയിങ് ആണെങ്കിലും അത് ഡെഡ് ലോക്ക് ആണ്. കാരണം
ഈ ഒരു ആക്ട് പ്രകാരം വലിയ ലയബിലിറ്റി ആണ് ഈ സ്ഥാപനങ്ങളുടെ മുകളിൽ വരുന്നത് ഇൻ കേസ് എന്തെങ്കിലും ദുരന്തം ഉണ്ടായിട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഇന്ത്യ 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ എനർജി 2047ഓടുകൂടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഇതിനുവേണ്ടി 20,000 കോടി രൂപ 5 സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സിന് വേണ്ടിയിട്ട് 2033 കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊജക്ട് സ്റ്റക്ക് ആയ അവസ്ഥയിലാണ് എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പൊ ഈ ഒരു അമെൻമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ രണ്ട് ഫ്രഞ്ച് ഫേം, ഒന്ന് ജയ്താപൂരിലും അതുപോലെ തന്നെ കൗവാടയിലുള്ള ഈ ഒരു അമേരിക്കൻ കമ്പനിയാണ്, ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. ഇവര് ഈ ഒരു SMR ടെക്നോളജി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ഇന്ത്യയിലെ ഈ ഒരു ന്യൂക്ലിയർ capability വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. കൂടാതെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു അമെൻമെന്റ് സഹായിക്കും എന്നാണ് കരുതുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ വെസ്റ്റേൺ ന്യൂക്ലിയർ കമ്പനികൾ പറയുന്നത് വെച്ചാൽ ഈ ഒരു സിവിൽ ലയബിലിറ്റി എന്ന് പറയുന്നത് അത് വളരെ എക്സസീവ് ആണ്, സപ്ലയേഴ്സിന്റെ മേലെ വരുന്ന രീതിയിലാണ്, ഇന്റർനാഷണൽ നോംസിന് വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. 2012 ഇന്ത്യ അമെൻമെന്റ് ചെയ്തുകൊണ്ട് ഭോപ്പാൽ ഫുക്കുഷിമ ട്രാജഡിയുടെ ഒക്കെ ഭാഗമായിട്ട് വലിയ പബ്ലിക് ഔട്ട്റസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വരുന്ന സമയത്ത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അമെൻമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലയബിലിറ്റി ക്ലോസുകൾ എന്ന് പറയുന്നത് റീവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് അന്ന് തന്നെ എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട്. ബിക്കോസ് ഗ്ലോബലി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുമായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇന്ത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഗ്ലോബൽ കമ്പനികൾ, പ്രൈവറ്റ് കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ലയബിലിറ്റി ലോസിനെ കൺവെൻഷൻ ഫോർ സപ്ലിമെന്ററി കോമ്പൻസേഷൻ ഓഫ് ന്യൂക്ലിയർ ഡാമേജ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട്. അതിൽ പറഞ്ഞ പ്രൊവിഷൻസിന് അനുസൃതമായിട്ട് വെക്കുക എന്നുള്ളതാണ്. അതുവഴി ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഫോറിൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓപ്പറേറ്റർ ലയബിലിറ്റിയും സപ്ലയർ ലയബിലിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഐഡിയ. ഓപ്പറേറ്റർ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ആരാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ലയബിലിറ്റി ന്യൂക്ലിയർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒക്കെ ആയിരിക്കാം. അപ്പോൾ സപ്ലയർ ലയബിലിറ്റി പറഞ്ഞാൽ അവിടത്തേക്ക് കോമ്പോണൻസ് നൽകുന്ന ആൾക്കാരുടേതാണ്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസ് സോൾവ് ആവും. ഏകദേശം 2 decades ആയിട്ടുള്ള ഇന്ത്യയുടെ ന്യൂവിൽ ന്യൂക്ലിയർ അഗ്രിമെന്റ് US-ഉമായിട്ടും ഫ്രാൻസുമായിട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് കരുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഗവൺമെന്റ് 2015 നിന്നുള്ള അതിന്റെ സ്റ്റാൻഡിൽ നിന്നുള്ള പിറകോട്ട് പോകണം. 2015 തന്നെ ഇത് അമെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് ഗവൺമെന്റ് പറഞ്ഞു അമെൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അമെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആയി മാറുന്നുണ്ട്. ഇതൊരു ശക്തമായിട്ടുള്ള പോളിസി ഷിഫ്റ്റ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു അമെൻമെന്റോടുകൂടി കോൺട്രാക്റ്റുകളിലുള്ള ആ ഒരു ഇഷ്യൂസ് സോൾവ് ആവുകയും കമ്പനീസ്, ന്യൂക്ലിയർ പവർ കമ്പനീസ് വരും എന്നുമാണ് നമ്മൾ കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി US-ൽ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ US പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് ഈ ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് സ്പീഡപ്പ് ചെയ്യും എന്നും നമുക്ക് കരുതാവുന്നതാണ് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, മേഘാലയയിലെ റാറ്റ് ഹോൾ മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ 371 പ്രകാരം മേഘാലയക്ക് പ്രത്യേക അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് മൈനുകൾ മൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു മേഘാലയയിൽ. അപ്പോൾ ഈ റാറ്റ് ഹോൾ മൈനിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. എന്താണ് ഇത് ആർട്ടിക്കിൾ 371 ആയിട്ട് ലിങ്ക് ചെയ്തതെന്നാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു പാർട്ടി, വോയിസ് ഓഫ് ദി പീപ്പിൾ പാർട്ടിയാണ് മേഘാലയയിൽ. അവർ പറഞ്ഞ ആർട്ടിക്കിൾ 317 പ്രകാരം റാറ്റ് ഹോൾ മൈനിങ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഏപ്രിൽ 2014 മുതൽ ബാൻ ചെയ്തിട്ടുള്ള സംഭവമാണ് റാറ്റ് ഹോൾ മൈനിങ്. പക്ഷെ ഇന്നും സുലഭമായിട്ട് അവിടെ നടക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. ആർട്ടിക്കിൾ 371 എന്ന് പറയുന്നത് ചില സ്റ്റേറ്റുകൾക്കുള്ള സ്പെഷ്യൽ പവേഴ്സ് ആണ്. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 371A എന്ന് പറയുന്നത് നാഗാലാൻഡിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. അവിടുത്തെ ലാൻഡ് റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കസ്റ്റമറി ലോസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ മൈനിങ് പോലുള്ള വിഷയങ്ങളിൽ എക്സ്റ്റേണൽ ഇന്റർഫറൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ആർട്ടിക്കിൾ 371A നാഗാലാൻഡിന് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ മേഘാലയക്കും ഉണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രപ്പോസൽ പറയുന്നത് വെച്ചാൽ നാഗാലാൻഡിന് ആർട്ടിക്കിൾ 371A പ്രകാരം അവർക്ക് മൈനിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ മേഘാലയയിൽ ഇല്ലാത്ത പോലെ. അപ്പോൾ ഈവൻ ദോ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 371 ഇത്തരത്തിൽ മേഘാലയയിൽ നിന്നും മേഘാലയയിൽ നിന്നുള്ള ഈ ഒരു റാറ്റ് ഹോൾ മൈനിങ്ങിനെയും ഷീൽഡ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നാണ് അവിടുത്തെ പാർട്ടികൾ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സം പൊളിറ്റിക്കൽ പാർട്ടീസ് ആർട്ടിക്കിൾ 371 6th ഷെഡ്യൂൾ ഉള്ള പ്രദേശങ്ങളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ മറ്റു പാർട്ടീസ് പറയുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 317 സിക്സ്ത് ഷെഡ്യൂളും സെപ്പറേറ്റ് ആണ്. സിക്സ്ത് ഷെഡ്യൂളിലുള്ള സ്റ്റേറ്റുകളിൽ ആർട്ടിക്കിൾ 371 അപ്ലിക്കബിൾ ആക്കണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും റീസെന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ മേഘാലയയിലെ കോൾ കൺട്രോളർ അദ്ദേഹം വീണ്ടും മൈനിങ് സൈറ്റുകളുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കോൾ മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യും, അവിടെ റാറ്റ് ഹോൾ മൈനിങ് നടക്കും എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നു വരുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. ആർട്ടിക്കിൾ 371 ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് മേഖലയിലേക്ക് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുമാത്രം പോരാ, സയന്റിഫിക് റിസർച്ചിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രി കൊളാബറേഷൻ വേണം. ഹയർ എഡ്യൂക്കേഷനെ മെച്ചപ്പെടുത്തേണ്ടതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള R&Dനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ സ്പെൻഡിങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷനും കൂടെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് അർബൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അർബൻ ഡെവലപ്മെന്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കുറെ ഡാറ്റാസ് ഒക്കെയാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സ്കീംസ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അർബൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.